റോമാലേഖനം 8-ാം അധ്യായം 32 പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതെ ഇരിക്കുമോ? ഈ സമയം ദൈവവചനം ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും പറയാം, ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന ഓരോ വാഗ്ദത്തങ്ങളും, ദൈവം നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോന്നും നിശ്ചയമായും ദൈവം നൽകിയിരിക്കും. ഇന്നത്തെ സാഹചര്യങ്ങൾ കണ്ടിട്ട് വാക്കുമാറുന്നവനല്ല ദൈവം. ഇന്ന് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പല വാഗ്ദാനങ്ങളും മാനുഷികമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞവർ പലരും വാക്കുമാറിക്കാണാം. അവസാനത്തോടെ ആര് മാറിയാലും നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് ഉറപ്പ് തന്നിരിക്കുന്ന പലരെയും കാണാം. പക്ഷേ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ കാണുമ്പോൾ ഓടി മാറുന്നവരാണ് സകല മനുഷ്യരും. എന്നാൽ ദൈവം നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് സാഹചര്യമാണേലും ഏത് പ്രതിസന്ധിയാണേലും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അതിൻ്റെ പ്രവൃത്തിയെ ചെയ്തിരിക്കും. ഈ സമയം വചനത്താൽ നിങ്ങൾ ബലപ്പെടുക, ശക്തിപ്പെടുക. ഇന്നത്തെ സാഹചര്യങ്ങൾ ഇത് നിങ്ങളെ തകർക്കാനല്ല, നിങ്ങൾക്ക് വേണ്ടി പുതിയത് ഒരുക്കുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് ഈ സമയം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത്. ആകയാൽ ധൈര്യത്തോടെ കർത്താവേ, എനിക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറക്കാനായി പോകുന്നു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. തളർന്നു പോകരുത്, ഭാരപ്പെടരുത്. കർത്താവ് കൂടെയുണ്ട്. ആരൊക്കെ വഴിമാറിയാലും ആരൊക്കെ വാക്കുമാറിയാലും കർത്താവ് മാറത്തില്ല. ഗോഡ് ബ്ലസ് യു. ആമേൻ.